नमस्ते बच्चों। दूसरी इकाई के दूसरा पाठ है ഗാന്ധിജി ഗാന്ധിജി കൈസേ ബനെ. രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഗാന്ധിജി ഗാന്ധിജി കൈസേ ബനെ. पहला एक महत् वचन देखिए. आने वाली पीढ़ियों बड़ी कठिनाई से विश्वास करेगी कि इस प्रकार का कोई रक्त मांस वाला पुरुष इस दुनिया में जीवित रहा था. ये किसका कथन है? प्रसिद्ध वैज्ञानिक आल्बर्ट ഐൻസ്റ്റീൻ का वचन है. ഇതാരാണ് പറഞ്ഞത്? പ്രസിദ്ധനായ വൈജ്ഞാനിക് സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വചനങ്ങളാണ് ഇത്. इस कथन का अर्थ देखिए. आने वाली पीढ़ियाँ बड़ी कठिनाई से विश्वास करेगी. ആനെ വാലി പീഠിയാം എന്ന് പറഞ്ഞാൽ വരും തലമുറകൾക്ക്. ബഡി കഠിനായി സെ വിശ്വാസ് കരേഗി, വളരെ ബുദ്ധിമുട്ടാണ് വിശ്വസിക്കുന്നതിന്. കി എന്തെന്നാൽ ഇസ് പ്രകാർ കാ കോയി രക്ത് മാംസ് വാല പുരുഷ് ഇസ് ദുനിയാ മേൻ ജീവിത് രഹാത, ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നതിന് വരുന്ന തലമുറകൾക്ക് ബുദ്ധിമുട്ടാണെന്നാണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യയെ ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള ഇന്ത്യയാക്കി മാറ്റുന്നതിന് ഗാന്ധിജിയുടെ പങ്ക് വളരെ വലുതാണ്. സത്യം, ത്യാഗം, അഹിംസ എന്നീ മാർഗങ്ങളിലൂടെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈവരിച്ച വ്യക്തി ആയിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. पाठ का नाम है गांधी जी कैसे बने. यह एक लेख है. इसका लेखक स्वयं प्रकाश है. देखिए, ലേഖ മാനെ ക്യാ ഹെ. നമ്മൾ മലയാളത്തിൽ ലേഖനത്തെയാണ് ലേഖ എന്ന് പറയുന്നത്. കിസ്നെ ലിഖ? സ്വയം പ്രകാശ് ने लिखा. पहले लेखक परिचय देखिए. स्वयं प्रकाश 20 जनवरी 1947 में मध्य प्रदेश के इंदौर में जन्म. समकालीन हिंदी साहित्य जगत में अपनी कहानियों और उपन्यासों के लिए विख्यात. प्रमुख रचनाएं सूरज कब निकलेगा, आएगे अच्छे दिन भी, आदमी जात का आदमी, जलते जहाज पर, बीच में विनय, उत्तर जीवन कथा, पहल सम्मान, राजस्थान साहित्य अकादमी सम्मान, आनंद सागर कथाक्रम सम्मान आदि से सम्मानित. आगे मैं पाठ भाग में प्रवेश करती हूँ. पाठ का नाम है गांधी जी कैसे बने. इसका लेखक स्वयं प्रकाश. यह एक लेख है. देखिए, क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो जिन्होंने कुर्ता पाजामा पहन रखा हो, जिनके पाँव में चप्पल और सर पर खूब सारे बाल और उन पर गांधी टोपी हो, और जिन्होंने बच्चों के स्कूल बैग की तरह गले में चोला टांगे रखा हो. हाँ, गांधी जी जैसे फोटो में दिखते हैं वैसे हमेशा से नहीं दे. वे धीरे धीरे गांधी जी बने कैसे. पहला पैराग्राफ का अर्थ देखिए. क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो. നമ്മളോട് നമ്മുടെ ലേഖകൻ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗാന്ധിജിയെ സങ്കല്പിക്കുവാൻ സാധിക്കുമോ? കൽപ്പന മനെ സങ്കല്പിക്കുക, സക്തേഹോ എന്ന് പറഞ്ഞാൽ സാധിക്കുമോ, നിങ്ങൾക്ക് ഇതുപോലൊരു ഗാന്ധിജിയെ സങ്കല്പിക്കുവാൻ കഴിയുമോ? ജിനോനെ കുർത്ത പാജാമ പഹൻ രഖാഹോ. അദ്ദേഹം എങ്ങനെയാണ്? കുർത്ത പാജാമ, കുർത്തയും പൈജാമയൊക്കെ ധരിച്ചിരിക്കുന്നു. ജിൻകെ പാവ് മേ ചപ്പൽ, അദ്ദേഹത്തിൻ്റെ കാലുകളിൽ, പാവ് കാ അർത്ഥ് കാലിൽ ചപ്പൽ ചെരുപ്പുകളുണ്ട്. और सर पर खूब सारे बाल, തലയിൽ, സർമാനെ സിർ തലയിൽ വളരെയധികം മുടി, ബാൽ കാ അർത്ഥ് മുടി. और उन पर ഗാന്ധി ടോപ്പി ഹോ, ആ മുടിയുടെ പുറത്തായിട്ട് ഗാന്ധി ടോപ്പി ധരിച്ചിരിക്കുന്നു. और जिन्होंने बच्चों के स्कूल बैग की तरह गले में चोला टांगे रखा हो, കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലുള്ള ഒരു സഞ്ചി, ചോലാമാനെ സഞ്ചി, സഞ്ചി ഗലെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിലായിട്ട് കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലുള്ള ഒരു സഞ്ചിയും തൂക്കിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ലേഖകൻ പറയുന്നത്, നാം ഗാന്ധിജിയെന്ന് ഓർക്കുമ്പോൾ
നമ്മുടെ മനസ്സിൽ വരുന്ന രൂപത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രൂപത്തിൽ ഗാന്ധിജിയെ ചിന്തിക്കുവാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഹാം ഗാന്ധിജി ജൈസെ ഫോട്ടോ മേ ദിഖ്തേ ഹൈം, എന്നാൽ നമ്മൾ ഗാന്ധിജിയെ ഫോട്ടോയിൽ കണ്ടിരുന്നു. വൈസെ ഹമേശ സെ നഹീൻ്റെ, എന്നാൽ എപ്പോഴും അദ്ദേഹം അങ്ങനെയായിരുന്നില്ല. ഹമേശ കാ അർത്ഥ് എല്ലായ്പ്പോഴും. വേ ധീരെ ധീരെ ഗാന്ധി ബനെ, അദ്ദേഹം പതുക്കെ പതുക്കെ ധീരെ ധീരെ പതുക്കെ പതുക്കെ ഗാന്ധിജിയായി മാറുകയാണ് ചെയ്തത്. കൈസെ എങ്ങനെ. ഇവിടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ ഗാന്ധിജിയുടെ രൂപത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നാം മനസ്സിൽ കാണുന്ന രൂപത്തിൽ നാം ഗാന്ധിജി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന രൂപത്തിൽ നിന്നും വ്യത്യസ്തമായാണ് ഗാന്ധിജിയുടെ രൂപം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അഗല പാരഗ്രാഫ് ദേഖിയേ. ബച്ചപ്പൻ മേ ഗാന്ധിജി കോ അന്ധേരെ സെ ഡർ ലഗ്താ താ, കുട്ടിക്കാലത്തിൽ ഗാന്ധിജിക്ക് ഇരുട്ടിനെ വളരെ പേടിയായിരുന്നു. ഉനേം ലഗ്താ താ, അദ്ദേഹത്തിന് ലഗ്താ മനെ തോന്നുക, തോന്നുമായിരുന്നു. കോയി ഫൂദ് ആക്കർ ഉനേം പകൽ ലേക, ഏതെങ്കിലും ഭൂതം വന്നിട്ട് അദ്ദേഹത്തെ പിടിക്കുമോ എന്നുള്ള പേടിയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. നമുക്കും അങ്ങനെയാണല്ലോ. നമുക്ക് ഇരുട്ടിനെയും വളരെ പേടിയാണ്. അതുപോലെ തന്നെ ഗാന്ധിജിക്കും കുട്ടിക്കാലത്തിൽ ഇരുട്ട് വളരെ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭൂതം വന്ന് അദ്ദേഹത്തെ പിടിക്കുമോ എന്നുള്ള പേടിയും മനസ്സിലുണ്ടായിരുന്നു. ബഡേ ഹോക്കർ വേ ഗുഡ് ഐസേ ഹോ ഗയി, ബഡേ ഹോക്കർ എന്നാൽ വലുതായപ്പോൾ, വേ അദ്ദേഹം ഗുഡ് ഐസേ ഹോ ഗയി, ഗുഡ് മാനെ സ്വയം, സ്വയം ഐസേ ഹോ ഗയി അങ്ങനെയായി, എങ്ങനെ ഇന്നത്തെ ഗാന്ധിജിയായി മാറുകയാണ് ചെയ്തത്. ബഡേ ഹോക്കർ വേ ഗുഡ് ഐസേ ഹോ ഗയി കി അംഗ്രേസ് ഹുക്കൂമത്ത് ഉൻസെ ഡർനെ ലഗി, എന്നാൽ വലുതായപ്പോൾ അദ്ദേഹം സ്വയം അങ്ങനെയായി മാറുകയും അംഗ്രേസ് ഹുക്കൂമത്ത്, ഇംഗ്ലീഷ് ഹുക്കൂമത്ത് മാനെ ഭരണം, ഇംഗ്ലീഷ് ഭരണവർഗം, ഉൻസെ ഡർനെ ലഗി അദ്ദേഹത്തെ പേടിക്കുവാൻ തുടങ്ങി. മാനോ വേ കോയി ഫൂത് ഹോ, എങ്ങനെ അദ്ദേഹത്തെ ഒരു ഭൂതത്തെ പോലെ, ഗാന്ധിജിയെ ഒരു ഭൂതത്തെ പോലെയാണ് ഇംഗ്ലീഷ് ഭരണകൂടം പേടിച്ചിരുന്നത്. ജബ് ഉനേം ഖഡിയാവട്ട് ഹൈസ്കൂൾ മേം പഹലി കക്ഷാ മേം ഭർത്തി കരായാ ഗയാ തബ് ഉൻകി ഉമ്ര തി 11, എങ്ങനെ ജബ് ഉനേം കാഡിയാവട്ട് ഹൈസ്കൂൾ മേം പഹലി കക്ഷാ മേം ഭർത്തി കരായ, എപ്പോഴാണോ ഗാന്ധിജി കാഡിയാവാട്ട് ഹൈസ്കൂളിൽ പഹലി കക്ഷ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത്. തബ് ഉൻകി ഉമ്ര തി 11, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരുന്നു? 11 മാനെ 11 വയസ്സായിരുന്നു. നമുക്കറിയാം ഗാന്ധിജിയുടെ ജനനം എപ്പോഴായിരുന്നു? 1869 ഒക്ടോബർ 2-ാം തീയതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനമെന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിക്ക് ഇവിടെ പറയുന്നുണ്ട്, ഗാന്ധിജിക്ക് 1ാം ക്ലാസ്സിലായപ്പോൾ 11 വയസ്സായി. 1880 നടന്ന കാര്യത്തെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പറയുകയാണ് ജബ് ഉനേം, അപ്പോൾ അദ്ദേഹം സ്കൂളിൽ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 11 ആയിരുന്നു. और उन्हें जो विषय പഠായേ ജാത്തേ ഥേ, അദ്ദേഹത്തിന് അവിടെ കുറച്ച് വിഷയങ്ങളൊക്കെ പഠിക്കുന്നതിനുണ്ടായിരുന്നു. വേധേ, അവ ഇതായിരുന്നു. ഏതൊക്കെ? ഇതിഹാസ്, ഭൂഗോൾ, ഗണിത് और അംഗ്രേസി. ഇതിഹാസ്, ഭൂഗോൾ, ഗണിത് और അംഗ്രേസി, ഈ വിഷയങ്ങളായിരുന്നു അദ്ദേഹത്തിന് അവിടെ പഠിക്കുവാനുണ്ടായിരുന്നത്. स्कूल की फीस दी 8 आने प्रति माह यानी 50 पैसे हर महीने. സ്കൂളിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഒരു മാസം 8 ആനെ എന്ന് പറഞ്ഞാൽ എത്ര? പ്രതി 8 ആനെ എന്ന് പറയുമ്പോൾ മാസത്തിൽ 50 പൈസയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അതായത് പണ്ടത്തെ ഒരു സിസ്റ്റമായിരുന്നു അണ എന്ന് പറയുന്നത്. 16 അണയാണ് 1 രൂപ എന്ന് പറയുന്നത്. നമുക്കിവിടെ പറയുന്നത് ഗാന്ധിജിക്ക് 8 അണ എന്ന് പറയുമ്പോൾ 50 പൈസയായിരുന്നു മാസത്തിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. पहली परीक्षा में गांधी 34 बच्चों में से 32वें स्थान पर रहे और 2 विषयों में तो उन्हें 0 मिला. इसका अर्थ क्या है? पहली परीक्षा में ഒന്നാമത്തെ പരീക്ഷയിൽ ഗാന്ധിജി 34 ബച്ചോം, 34 മാനെ 34 34 കുട്ടികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ. സെ 32वें സ്ഥാൻ പർ രഹെ, അദ്ദേഹത്തിന് 32ാമത്തെ സ്ഥാനമാണ് ലഭിച്ചത്. और 2 विषयों में तो उन्हें 0 मिला, 2 വിഷയങ്ങളിൽ അദ്ദേഹത്തിന് 0 ലഭിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ നിലവാരം അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ശരാശരിയിലും താഴെ ആയിരുന്നു. എന്നാൽ ആ നിലയിൽ നിന്നും ഗാന്ധിജി മുന്നോട്ടുള്ള യാത്രയിൽ വളരെ
നേട്ടങ്ങളാണ് കൈവരിച്ചത്. अगला पैराग्राफ देखिए. इंग्लैंड पढ़ने गए तो उनके लिए खूब सारे कपड़े सिलवाए गए. നമ്മുടെ ഗാന്ധിജി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലേക്ക്, വക്കീൽ പഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയി. അതിനു വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് പഠനെ ഗേതോ, ഇംഗ്ലണ്ടിൽ പോകുന്നതിന് വേണ്ടി ഉൻകേലിയെ ഗൂബ് സാരെ കപ്പടെ സിൽവായേ ഗയി, അദ്ദേഹത്തിന് വളരെയധികം, ഗൂബ് മാനെ അധികം കപ്പട വസ്ത്രം സിൽവായി തയ്പ്പിക്കേണ്ടി വന്നു, തയ്പ്പിച്ചു. ദക്ഷിൺ ആഫ്രിക്ക മീൻ കുർത്ത ധോത്തി പഹൻലേ ലഗേ, ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ആദ്യമായിട്ട് കേസ് വാദിക്കുന്നതിന് വന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് വന്നത്. അവിടെ വന്നതിന് ശേഷം കുർത്ത ധോത്തി പഹൻലേ ലഗേ, കുർത്താമാനെ ഷർട്ട്, ധോത്തി മുണ്ട്, ഷർട്ടും മുണ്ടും ധരിക്കുവാൻ തുടങ്ങി. और भारत आए तो एक बार मदुरै गए भाषण देने, അതിനുശേഷം ഭാരതത്തിലേക്ക് വന്ന് ഒരു പ്രാവശ്യം മധുര എന്ന സ്ഥലത്ത് ഭാഷൺമാനെ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പോയി. वहाँ एक औरत को देखा जो तालाब में अपनी धोती धो रही थी. വഹാം അവിടെ, എക് ഔരത് മാനെ സ്ത്രീ, ഒരു സ്ത്രീയെ നമ്മുടെ ഗാന്ധിജി കാണുകയുണ്ടായി. ഔരത് കോ ദേഖ ജോ താലാബ് മേം, അവർ എന്ത് ചെയ്യുകയാണ്? താലാബ് മാനെ കുളം, താലാബ് മേം അപ്നി ധോത്തി ദോ രഹീതി, അവരുടെ ധോത്തി മാനെ മുണ്ട് ദോ രഹീതി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഗാന്ധിജി മധുരയിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു താലാബ്, കുളത്തിനരികെ ഒരു സ്ത്രീ തൻ്റെ മുണ്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് കാണുകയുണ്ടായി. ലേക്കിൻ കൈസേ, എന്നാൽ എങ്ങനെ? ആദി പഹൻതി ദി ഓർ ബാക്കി ആദി ധോത്തി രഹീതി, അവരലക്കുന്നത് ആദി പകുതി ഭാഗം, ആ മുണ്ടിൻ്റെ പകുതി ഭാഗം, പഹൻതി മാനെ ധരിച്ചിരിക്കുന്നു, ഓർ ബാക്കി ആദി ധോത്തി ദി, ബാക്കി ഭാഗം, ആ ധരിച്ചതിൻ്റെ ബാക്കി ഭാഗം, ബാലൻസ്, അതിൻ്റെ പകുതി ഭാഗം ധോത്തി ദി അലക്കുകയാണ് ചെയ്തത്. ഫിർ ധുലി ഹുയി കോ പഹൻ ലേത്തി, അതിനുശേഷം ധുലി ഹുയി അലക്കിക്കഴിഞ്ഞ ഭാഗം, പഹൻ ലേത്തി ദി അവർ ധരിക്കുന്നു. और शेष को धोती दी, അതിനുശേഷം ആ ധരിച്ചിരുന്ന ഭാഗം കഴുകുന്നു. ഇതിൻ്റെ അർത്ഥം അവർക്ക് ആ ഒരൊറ്റ മുണ്ട് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ, ആ സ്ത്രീക്ക് ആ ഒരൊറ്റ മുണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി ഭാഗം ധരിച്ചിരിക്കുന്ന സമയത്ത് പകുതി ഭാഗം കഴുകുകയാണ് ചെയ്യുന്നത്. ഉസ്കി ഹാലത് ദേഖർ ഗാന്ധിജി ഫീദർ ഏക് ഹിൽ ഗയി, അവരുടെ അവസ്ഥ, ഹാലത് മാനെ അവസ്ഥ, ഉസ്കി ഹാലത് ദേഖർ അവരുടെ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജിയുടെ മനസ്സിൽ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. ഉസ്കി ഹാലത് ദേഖർ, അവരുടെ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജി ഫീദർ ത ഹിൽ ഗയി മാനെ, അദ്ദേഹത്തിൻ്റെ മനസ്സിന് പരിവർത്തനം സംഭവിക്കുക, ഓർ അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റം വന്നു. और बस उसी समय उन्होंने फैसला कर लिया, ആ സമയം തന്നെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. അബ് സിർഫ് ഏക് ധോത്തി ഹി പഹനൂങ്ക, ഞാൻ ഇനി മുതൽ ഒറ്റ മുണ്ട് മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന തീരുമാനം അദ്ദേഹം എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ആ സ്ത്രീയുടെ ദാരിദ്ര്യത്തെ പറ്റിയിട്ട്, അവരുടെ അവസ്ഥയെ പറ്റിയിട്ടാണ്, അന്നത്തെ കാലത്ത് സാധാരണ ജനങ്ങളുടെ അവസ്ഥയെ പറ്റിയിട്ടാണ് ഈ സ്ത്രീയിലൂടെ ഗാന്ധിജി ഇവിടെ പറയുന്നത്. ബാദ് മേ ഗോൾ മേ സമ്മേളൻ കെ ലിയേ ലണ്ടൻ ഗയേ, അതിനുശേഷം ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിന് വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോയി. ഗോൾമേജ് സമ്മേളൻ മാനെ വട്ടമേശ സമ്മേളനം, അതായത് അതിനുശേഷം ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിന് വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോയി. വഹാം തോ ഖൂബ് സർദി പറ്റി ദി, അവിടെ വളരെയധികം സർദി മാനെ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു. തോ വഹാം കെ ബെച്ചെ പൂച്ചത്തെ ദേ, അവിടുത്തെ കുട്ടികൾ ചോദിക്കുകയുണ്ടായി, ബാബാ തുമാരി പത്തലൂൻ കഹാം ഗയി, പത്തലൂൻ മാനെ പാൻസ്, നിങ്ങളുടെ പാൻസ് എവിടെ പോയി എന്ന് കുട്ടികൾ ചോദിക്കുകയുണ്ടായി. ഗാന്ധിജി ഉനേം കോയി ജവാബ് നഹീൻ ദേത്തേ ദേ, ഗാന്ധിജി അതിന് മറുപടി ഒന്നും തന്നെ നൽകിയിരുന്നില്ല. ജവാബ് മാനെ മറുപടി. ബസ് ഹൻസ്കർ ജാത്തേ ദേ, ഇത്രമാത്രം ചിരിച്ചുകൊണ്ട് അദ്ദേഹം പോയി. ലേക്കിൻ ജബ് റാണി സെ മിൽനെ ഗയേ തോ റാണി കെ ദർബാർ മീം ഐസെ ജാനാ തോ, അദ്ദേഹം എന്നാൽ ജബ് എപ്പോഴാണോ റാണിയെ, അവിടെ ഇംഗ്ലണ്ടിലെ റാണിയെ കാണുന്നതിന് വേണ്ടി പോയത്, തോ റാണി കെ ദർബാർ മീം, അവിടെ റാണിയുടെ ദർബാർ മാനെ
ദർബാർ മാനെ രാജസദസ്, അവിടെ റാണിയുടെ രാജസദസ്സിൽ ജാനാത്തോ പോകുന്ന സമയത്ത് അദബ് കായത് കെ ഗിലാഫ് ദ, അദബ് കായദെ മാനെ ആചാര മര്യാദകൾ ഉണ്ടായിരുന്നു. തോ കിസീനെ പൂച്ചാക്കി, അതുകൊണ്ട് തന്നെ ആരോ ഒരാൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത്തനെ കം കപ്പടോ മേ ദർബാർ മേ കൈസേ ജാവോഗെ, അദ്ദേഹം ചോദിക്കുകയാണ്, ഇത്രയും കുറച്ച് വസ്ത്രങ്ങൾ ധരിച്ച് ദർബാറിലേക്ക്, രാജസദസ്സിലേക്ക് എങ്ങനെയാണ് പോവുക? തോ ബോലെ, ഗാന്ധിജി മറുപടി പറയുകയുണ്ടായി, ഫിക്കർ മത് കരോ, നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഫിക്കർ മത് കരോ മാനെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. തുമാരെ രാജാനെ ഹം ദോനോ കെ ബരാബർ കപ്പടെ അകേലെ ഹി പഹൻ രഹേ ഹോങ്കെ, നിങ്ങളുടെ രാജ നമ്മൾ രണ്ടുപേരും ധരിക്കുന്നതിന് തുല്യമായ വസ്ത്രങ്ങൾ ഒറ്റയ്ക്ക് ധരിച്ചിരിക്കുകയാണെന്ന് പരിഹാസ രൂപേണ ഗാന്ധിജി പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഗാന്ധിജി ഇതിലൂടെ പറയുന്നത് ലളിതമായ ജീവിത രീതിയെ പറ്റിയിട്ടാണ് കാണിക്കുന്നത്. അഗല പാരഗ്രാഫ് ദേഖിയേ, ഗാന്ധിജി ലിഖ്തേ ദേ ഏക് ബെഡിയ പെൻ സേ, ഗാന്ധിജി എഴുതിയിരുന്നത് ഒരു നല്ല ഇനം പേന ഉപയോഗിച്ചാണ്, നല്ല വില കൂടിയ ഒരു പേന ഉപയോഗിച്ചാണ് അദ്ദേഹം എഴുതിയിരുന്നത്. വഹ് പെൻ ഏക് ദിൻ ചോരി ചലാഗയ, ഒരു ദിവസം ആ പേന മോഷ്ടിക്കപ്പെട്ടു. ചോരി ചലാഗയ, മോഷ്ടിക്കപ്പെടുക. ലിഖ്നെ ബൈഠെ ഔർ പായാ കി പെൻ തോ ഹേ ഹി നഹി, എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം ഇരുന്നപ്പോൾ അദ്ദേഹത്തിനടുത്ത് പേന ഇല്ലായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം മനസ്സിലാക്കിയത് തൻ്റെ പേന മോഷ്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത് എഴുതാൻ വേണ്ടി ഇരുന്ന സമയത്തായിരുന്നു. ഉസി സമയ് ഏക് ബच्चे ने अपनी पेंसिल दे दी कि बोलो बाबा इससे लिख लो, ആ സമയത്ത് ഒരു കുട്ടി, ഉസി സമയ് ഏക് ബच्चे, ഒരു കുട്ടി, അപ്നി പെൻസിൽ ദേദി, കുട്ടിയുടെ പെൻസിൽ നൽകിയതിന് ശേഷം പറഞ്ഞു, ബാബ ഇസിസെ ലിഖ്ലോ, ബാബ ഇതുപയോഗിച്ച് എഴുതിക്കോളൂ. ഉനോനെ ലിഖ്കർ ദേഖാക്കി അരേ വാഹ്, അദ്ദേഹം ഗാന്ധിജി എഴുതിയതിന് ശേഷം പറയുകയുണ്ട്, അരേ വാഹ് ഇസിസെ തോ അച്ഛാ ലിഖാ ജാത്താ ഹെ, ഇതുപയോഗിച്ച് നന്നായി എഴുതുവാൻ കഴിയുന്നു. और സ്യാഹി വഗരേ ഫർനെ കാ ചഞ്ചൻ ഫി നഹി, और സ്യാഹി, അതുകൊണ്ട് തന്നെ സ്യാഹി മാനെ മഷി, വഗരേ മുതലായവ, മഷി മുതലായവ നിറയ്ക്കേണ്ട കാര്യം വരുന്നില്ല. ഫർനേക്ക ചഞ്ചട്ട്, പ്രയാസം, ചഞ്ചട്ട് മാനെ പ്രയാസം, മഷി നിറയ്ക്കേണ്ട പ്രയാസമൊന്നും പെൻസിൽ ഉപയോഗിച്ചാൽ കാര്യമില്ല. പെൻസിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മഷിയൊന്നും നിറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഗാന്ധിജി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. തോ തൈക്കർ ലിയാക്കി, അതുകൊണ്ട് തന്നെ തൈമാനെ ഫൈസല, നമ്മൾ നേരത്തെ പഠിച്ചു, ഫൈസല തീരുമാനം, ഗാന്ധിജി തീരുമാനമെടുക്കുകയാണ്. അദ്ദേഹം തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്, ഇനി മുതൽ താൻ പെൻസിൽ ഉപയോഗിച്ച് മാത്രമേ എഴുതുകയുള്ളൂ എന്ന തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവർ ഒറ്റ മുണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് കണ്ടിട്ട് ഗാന്ധിജിയും ഇനി എൻ്റെ ജീവിതത്തിൽ ഒറ്റ മുണ്ട് മാത്രമേ താനും ഉപയോഗിക്കുകയുള്ളൂ എന്ന തീരുമാനമെടുക്കുന്നു. അതുപോലെ തന്നെ ഈ പെൻസിൽ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ഇനി മുതൽ താൻ പേനയ്ക്ക് പകരം പെൻസിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. और पेंसिल से उन्होंने पहली चिट्ठी कैसे लिखी जानती हो, അപ്പോൾ പറയാണ് ഗാന്ധിജി ഈ പെൻസിൽ ഉപയോഗിച്ച് ആദ്യത്തെ ലെറ്റർ, ചിട്ടിമാനെ ലെറ്റർ ആർക്കാണ് എഴുതിയതെന്ന് അറിയാവോ? ഭാരത് കെ വൈസ്രോയിക്കോ, ഭാരതത്തിൻ്റെ വൈസ്രോയിക്കാണ് ഈ പെൻസിൽ ഉപയോഗിച്ച് ഗാന്ധിജി ആദ്യത്തെ ലെറ്റർ എഴുതിയിരുന്നത്. अगला पैराग्राफ देखिए, लिखते लिखते पेंसिल छोटी हो जाती तो उस पर कागज की फोंगली लगाकर धागे से बांध लेते. इसका अर्थ क्या है? लिखते लिखते, എഴുതി എഴുതി പെൻസിൽ ചോട്ടി ഹോ ജാത്തി, പെൻസിൽ എങ്ങനെയായി മാറി? ചെറുതായിട്ട് മാറി. തോ ഉസ് പർ കാഗസ് കി ഫോംഗളി, അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പെൻസിലിന്റെ പുറകുവശത്തായി കാഗസ് മാനെ പേപ്പറിന്റെ ഫോംഗളി, ഒരു ചുരുൾ ആ പെൻസിലിന്റെ പുറകിലായി ബാന്തിലേത്തെ കെട്ടിവെച്ചു, നൂലുപയോഗിച്ച്, ദാഗേസെ ബാന്തിലേത്തെ, ഒരു നൂലുപയോഗിച്ച് കെട്ടിവെച്ചു. ദർഔസൽ ഇൻ സബ്കെ പീച്ചെ കോയി സനക് നഹിം, ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ അദ്ദേഹത്തിന് എന്തല്ല? കോയി സനക് മാനെ ഭ്രാന്ത്, പാഗൽ, ഒരു ഭ്രാന്തല്ല. ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭ്രാന്തല്ല. ബൽക്കി ഗാന്ധിജിക്ക് എക് സോച്ച് ദി, എന്നാൽ ഗാന്ധിജിയുടെ ഒരു വിചാരമാണ്. ഏതിനോടുള്ള?
ജബ് ആപ്കെ ദേശ് കെ അധികാംശ ലോക ഗരീബ് ഹോ തോ, നമ്മുടെ ദേശത്തിലെ ഒരുപാട് ആൾക്കാർ എങ്ങനെ ഗരീബ് മാനെ ദാരിദ്ര്യത്തിൽ ആണ്ടിരിക്കുകയാണ്. തോ ആപ്കോ ഫിജൂൽ ഖർച്ചി ഔർ ദിഖാവ നഹീ കർണാ ചാഹിയെ, നമ്മൾ ആ സമയത്ത് ഇത്തരത്തിൽ ഒരുപാട് ജനത എങ്ങനെയായി മാറിയിരിക്കുന്നു, അവർക്ക് ദാരിദ്ര്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ഫിജൂൽ ഖർച്ചി വ്യർത്ഥമായ രീതിയിൽ ചെലവ് നടത്തരുത്, ദിഖാവ നഹീം ആഡംബരങ്ങളിൽ ജീവിക്കരുത്. ഇത്രയും മാത്രമാണ് ഗാന്ധിജി ആഗ്രഹിക്കുന്നത്. അഗർ ആപ് സച്ച് മുച്ച് അപ്നെ ദേശ് ഔർ ദേശവാസിയോം സെ പ്യാർ കർത്തേ ഹൈ, ഇതിലൂടെ നമ്മൾ നമ്മുടെ ദേശവാസികളെ, നമ്മുടെ ജനങ്ങളെയാണ് സേവിക്കേണ്ടത്. അവരോടുള്ള സ്നേഹമാണ്, നമ്മുടെ ദേശത്തോടും ദേശവാസികളോടുമുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗാന്ധിജി ഇപ്പോൾ കഴിഞ്ഞ 2 പ്രവർത്തികൾ നമ്മൾ കണ്ടു. പെൻസിൽ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഔരത്ത് ഒരു സ്ത്രീ അവരുടെ ഒറ്റ മുണ്ട് ഉപയോഗിച്ചിരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ഗാന്ധിജിയും എന്ത് ചെയ്യുന്നു, ഒരൊറ്റ മുണ്ട് ഉപയോഗിക്കുന്ന കാര്യവും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഇങ്ങനെ ചെയ്തു എന്നാണ് ഈ പറഞ്ഞ സെന്റൻസുകളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകേണ്ടതാണ്. അഗർ ആപ് സച്ച്മുച്ച് അപ്നെ ദേശ് ഔർ ദേശവാസിയോം സെ പ്യാർ കർത്തേ ഹൈ, അതുകൊണ്ട് നമ്മൾ ഇതിലൂടെ നമ്മുടെ ദേശത്തെയും ദേശവാസികളെയും സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. തോ ആപ്കോ കം സെ കം മേ കാം ചലാനാ ചാഹിയെ, നമ്മുടെ കുറവുകൾ കുറച്ച് ഉപയോഗം, നമ്മുടെ അർത്ഥശൂന്യമായ കാര്യങ്ങളിൽ ഉപയോഗിക്കാതെ നമ്മുടെ ജീവിതം ചുരുങ്ങിയ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഗാന്ധിജി നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. അവർ സാധകി കാ മഹത്വ സമച്ചാന ചാഹിയെ, ഇതിലൂടെ നമുക്ക് സാധകി കാ അർത്ഥ ലാളിത്യത്തിന്റെ മഹത്വത്തെ പറ്റിയിട്ടാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. आप बड़े बनेंगे और कहाएंगे अपने विचारों से और अपने काम से, न कि अपने കപ്പടോം സേ, നമ്മുടെ വിചാരങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ വലുതാകുമ്പോൾ നമ്മുടെ വിചാരങ്ങൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രവർത്തികളിലായിരിക്കണം, അല്ലാതെ നക്കി കപ്പടോം സേ, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലായിരിക്കരുത്. അതായത് നമ്മുടെ ആഡംബര ജീവിതമായിരിക്കരുത് നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ വിചാരങ്ങളും നമ്മുടെ പ്രവൃത്തിയും നന്മയിലേക്കുള്ളതായിരിക്കണം, ലാളിത്യം നിറഞ്ഞതായിരിക്കണം എന്നാണ് ഗാന്ധിജി ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്തതായി ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഒരു അടുത്ത സംഭവത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏക് ബാർ തോ ഉൻകി പ്രാർത്ഥനാ സഭാമേയും കുച്ച് അമീർ ആദ്മി സജ് ദജിക്കർ ആ ഗയി, ഒരു ദിവസം ഏക് ബാർ തോ ഉൻകി പ്രാർത്ഥനാ സഭാമേയും, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സഭയിൽ കുറച്ചു അമീർമാനെ പണക്കാരായ മനുഷ്യർ വന്നു. എങ്ങനെയാണ് വന്നത്? സജ് ദജിക്കർ ആ ഗയി, വളരെ ആഡംബരപൂർണമായ രീതിയിലായിരുന്നു അവർ അവിടെ എത്തിയിരുന്നത്. തോ ഗാന്ധിജിനെ ഉന്നെ ടാൻ ദിയ, അവരെ ഗാന്ധിജി എന്ത് ചെയ്തു? ടാൻ ദിയ, ശകാരിക്കുക. ഗാന്ധിജി അവരെ വളരെയധികം ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ശകാരിച്ചു. ജൈൻ ധർമ്മ മേ ഫി അപരിഗ്രഹ പർ കാഫി സോർ ദിയാ ഗയാ ഹെ, ജൈൻ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് പറയുന്നത് പോലെ ഒരു മതമാണ് ജൈൻ. ആ ജൈൻ മതത്തിൽ അപരിഗ്രഹ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു. അപരിഗ്രഹിന്റെ അർത്ഥം എന്ന് പറയുന്നത് അനാവശ്യ സാധനങ്ങൾ ത്യജിക്കുക, നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക, അനാവശ്യമായി ആഡംബരപൂർണമായ വസ്തുക്കളെ ത്യജിക്കുകയാണ് ഈ വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. അപരിഗ്രഹ് പർ കാഫി സോർ ദിയാ ഗയാ ഹെ, ജൈൻ മതത്തിൽ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ സാധനങ്ങൾ, ആഡംബരപൂർണമായ സാധനങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപരിഗ്രഹ യാനി ഫാൽത്തു കി ചീസും ജമാ മത് കരോ, അതായത് യൂസ്ലെസ് ആയ സാധനങ്ങൾ ഉപേക്ഷിക്കുക, നമ്മൾ നമുക്ക് ആഡംബരപൂർണമായി തോന്നുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കരുതെന്നാണ് ഈ വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. ബസ് ഗാന്ധിജി കോ തോ ജഹാം ഫി കുച്ച് അച്ഛാ ലഗ, ഗാന്ധിജിക്ക് ഈ ഒരു വേർഡ്, ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹം ഇത് സ്വീകരിച്ചിരുന്നു. അദ്ദേഹം നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്ന ശീലമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അപരിഗ്രഹ് എന്ന വാക്ക് അദ്ദേഹം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അഗല പാരഗ്രാഫ് ദേഖിയേ. ഗാന്ധിജി കെ 3 ബന്ദർ ബഹുത് മഷ്ഹൂർ ഹൈ, ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാർ, ബന്ദർമാനെ മങ്കി, കുരങ്ങന്മാർ ബഹുത് മഷ്ഹൂർ ഹെ, വളരെ പ്രസിദ്ധമാണ്.
എഹ് ദർ ഔസൽ എ ഗിലൗനാദ, അതൊരു കളിപ്പാട്ടമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാർ. അത് ഒരു കളിപ്പാട്ടമാണ്. നമ്മൾ ഈ ചിത്രം നോക്കുക. ചിത്രത്തിൽ കാണാം 3 കുരങ്ങന്മാരുടെ ചിത്രം. അതിലെന്ന് പറയുന്നത് 1 തിന്മകൾ കാണുവാൻ പാടില്ല, രണ്ടാമത്തെ കുരങ്ങനെ സൂചിപ്പിക്കുന്നത് തിന്മകൾ കേൾക്കരുത്, മൂന്നാമത്തെ കുരങ്ങൻ തിന്മകൾ പറയരുത്. ഇതാണ് ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാർ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം. ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാർ ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നെന്ന് പറയുന്ന ഒന്നാമത്തെ കുരങ്ങൻ തിന്മകൾ നമ്മൾ കാണുവാൻ പാടില്ല, തിന്മകൾ കേൾക്കുവാൻ പാടില്ല, തിന്മകളൊന്നും തന്നെ പറയരുത്. ഇതാണ് ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാർ എന്ന് പറയുന്നത്. ഗാന്ധിജിക്ക് 3 ബന്ദർ ബഹുത് മഷ്ഹൂർ ഹെ. നമ്മളിപ്പോൾ കണ്ട് ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാരും വളരെ പ്രസിദ്ധന്മാരായിരുന്നു. एक दरअसल एक खिलौना था जो कुछ चीनी बच्चों ने गांधीजी का फेन किया था. ഇത് ഗാന്ധിജിക്ക് ഇതൊരു കളിപ്പാട്ടമാണ്. ഈ കുരങ്ങന്മാരെന്ന് പറയുന്നത് കളിപ്പാട്ടമാണ്. ഇത് ഗാന്ധിജിക്ക് കുറച്ച് ചൈനീസ് കുട്ടികൾ ഗാന്ധിജിക്ക് സമ്മാനിച്ചതാണ്. ഫേണ്ടുമാനെ സമ്മാനിക്കുക, നൽകുക. ലേക്കിൻ ഗാന്ധിജിനെ ഉനേം അപ്പിനെ ജീവൻ കാ സാഥി ബനാ ലിയ. എന്നാൽ ഗാന്ധിജി അവയെ തന്റെ ജീവിതത്തിലെ സാഥി, കൂട്ടുകാരായി മാറ്റുകയാണ് ചെയ്തത്. ജബ് ധോത്തി പഹനി ശുരു കർ ദി തോ ജബ് ഘടി കഹാം രഗെ. അടുത്ത പ്രശ്നമാണ്, നമ്മുടെ ഗാന്ധിജി എപ്പോഴാണോ ധോത്തി മാനെ മുണ്ട് ധരിക്കുവാൻ തുടങ്ങിയത്, തോ ആ സമയത്ത്, ജബ് മാനെ പോക്കറ്റ്, ഘടി വാച്ച്, പോക്കറ്റ് വാച്ച്. പണ്ട് കാലത്ത് വാച്ച് കയ്യിലല്ല അവർ ഉപയോഗിച്ചിരുന്നത്, പോക്കറ്റിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇച്ചിരി വലിപ്പമുള്ളതായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ വാച്ചിനെ പോക്കറ്റിലാണ് സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ഗാന്ധിജി മുണ്ട് പഹനി ശുരു കർ ദി, മുണ്ട് ധരിക്കുവാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ നേരിട്ട പ്രശ്നമായിരുന്നു പോക്കറ്റ് വാച്ച് എവിടെ സൂക്ഷിക്കുമെന്നുള്ള കാര്യം. तो उसे कमर में लटकाना शुरू कर दिया. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയത് കമർമാനെ, അര, അദ്ദേഹത്തിന്റെ അരയിൽ തൂക്കിയിടുവാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനും ഗാന്ധിജി ഒരു പരിഹാര മാർഗം സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. इस तरह ഗാന്ധിജി ധീരെ ധീരെ വൈസെ ഗാന്ധിജി ബൻ ഗയെ. ഇത്തരത്തിൽ ഗാന്ധിജി പതുക്കെ പതുക്കെ എന്തായി മാറി? നമ്മൾ ഇന്ന് ഫോട്ടോയിലൊക്കെ കാണുന്ന ഗാന്ധിജിയായി മാറുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാം ഗാന്ധിജി എങ്ങനെയായിരുന്നു എന്ന്. അതിനുശേഷം ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും അദ്ദേഹത്തെ ഇന്ന് നമ്മൾ ഫോട്ടോയിൽ ഗാന്ധിജി എന്ന് കാണുന്ന ആ രൂപം ഗാന്ധിജിക്ക് വന്നത് എങ്ങനെയെന്നാണ് നമ്മുടെ പാഠഭാഗം നമുക്ക് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തികളിലൂടെയാണ് നാം ഇന്ന് ഫോട്ടോയിൽ കാണുന്ന ഗാന്ധിജിയായിട്ട് മാറിയത്. इस तरह गांधीजी धीरे धीरे वैसे गांधीजी बन गए जैसा आजकल हम उन्हें उनके चित्रों में देखते हैं. ഇത്തരത്തിൽ നമ്മൾ ഇന്ന് ഫോട്ടോയിൽ കാണുന്ന ഗാന്ധിജിയായി മാറിയത് എങ്ങനെയെന്നാണ് നമ്മുടെ പാഠഭാഗത്തിലൂടെ പറയുന്നത്. നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് തന്നെ ഗാന്ധിജി കൈസേ ബനെ എന്നായിരുന്നു. ഗാന്ധിജി എങ്ങനെയാണ് ഗാന്ധിജിയായി മാറിയത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ചില കുഞ്ഞു സന്ദർഭങ്ങളിലൂടെ, ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഉണ്ടായ സന്ദർഭങ്ങളിലൂടെ ഗാന്ധിജി എങ്ങനെ ഗാന്ധിജിയായി മാറിയെന്ന് നമുക്ക് ലേഖകൻ സ്വയം പ്രകാശ് മനസ്സിലാക്കി തന്നിരിക്കുന്നു. എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കുട്ടികളും നന്നായിട്ട് നിങ്ങളുടെ പുസ്തകം വായിക്കുക. നമ്മുടെ പാഠപുസ്തകത്തിന്റെ സൈഡിലായി ഉണ്ടായിരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അടുത്ത് പറയുന്നത്. देखिए पहला प्रश्न ये है, वे धीरे धीरे गांधी बने, इसका मतलब क्या है? അദ്ദേഹം മെല്ലെ മെല്ലെ ഗാന്ധിയായി. ഇതിന്റെ അർത്ഥം എന്താണ്? ഉത്തർ എ ഹെ, അപ്നെ കർമ്മോം സേ ഹി ഏക് വ്യക്തി മഹാൻ ബൻതാ ഹെ. ഒരു വ്യക്തി അവന്റെ പ്രവൃത്തികളിലൂടെയാണ് മഹാനായി മാറുന്നത്. കോയി ഭി ഏക് അപ്നെ ആപ് മഹാൻ നഹീ ബൻതേ. ഗാന്ധിജി പഹലെ ഏക് സാധാരണ ആദ്മി ഥ. ഗാന്ധിജി ആദ്യം ഒരു സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു. ലേക്കിൻ ഉन्होंने अपने അനുഭവം സേ അപ്നെ കോ ഗഡാ और വേ ഏക് സമാജ് സേവി ബൻ ഗയെ. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം ഒരു സാമൂഹിക സേവകനായി മാറുകയാണ് ചെയ്തത്. ഐസാ പരിവർത്തൻ ഉൻകെ സിന്ദഗി മേ ധീരെ ധീരെ ആയാത. ഈ പരിവർത്തനമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഗാന്ധിജി പതുക്കെ പതുക്കെ ഗാന്ധിയായി മാറിയത്. दूसरा प्रश्न ये है, औरत की हालत देखकर गांधी ने एक ही धोती पहनने का फैसला कर लिया, ऐसा फैसला लेने का उद्देश्य क्या था? സ്ത്രീയുടെ സ്ഥിതി കണ്ട് ഗാന്ധിജി ഒറ്റ മുണ്ട് മാത്രം ധരിക്കാൻ തീരുമാനിച്ചു. ഇത്തരമൊരു തീരുമാനത്തിന്റെ പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു? तत्कालीन समाज गरीबी का त्रस्त था. यह दृश्य तत्कालीन भारत की गरीबी का चित्र उनके सामने पेश किया.
भारत की आम जनता गरीबी एवं अभावों से विवश थी। यह समझकर गांधी जी ने उनके सामने समान जीने का निश्चय किया। यह गांधी जी की जिंदगी का एक अहम मोड़ था. ഗാന്ധിജി അന്നത്തെ ഭാരതത്തിന്റെ അവസ്ഥയെ പറ്റിയിട്ടാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. ഈ സ്ത്രീയുടെ പ്രശ്നത്തെ പറ്റി കാണിക്കുന്നത് അന്നത്തെ സമൂഹം, ഭാരതത്തിന്റെ അവസ്ഥയെന്ന് പറയുന്നത് സാധാരണ ജനതകൾക്ക് ഗരീബിമാനെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് ഗാന്ധിജി തന്റെ ജീവിതത്തിൽ അവരോടൊപ്പം ജീവിക്കാനുള്ള ദൃഢനിശ്ചയം എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അതിനുശേഷം